ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഇംഗ്ലീഷിൻ്റെ ചരിത്രം. ആരുടെ ഭാഷയാണ് ഇംഗ്ലീഷ്? ബ്രിട്ടീഷുകാരുടേതെന്ന് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഉടമകളില്ലാത്ത ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയാം. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെയും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ ഇംഗ്ലീഷുകാരുടേത് മാത്രമാകും? 350-ലേറെ ഭാഷകളിൽ നിന്നുള്ള വാക്കുകളും പ്രയോഗങ്ങളും കടമെടുത്താണ് ഇന്ന് നാം കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇംഗ്ലീഷ് ഭാഷ ഉണ്ടായത്. അതിൽ പണ്ട് ബ്രിട്ടനെ ആക്രമിച്ച റോമക്കാരുടെ മുതൽ പിൽക്കാലത്ത് ബ്രിട്ടൻ കീഴടക്കിയ ഇന്ത്യക്കാരുടെ വരെ, എന്തിന് മലയാളത്തിലെ വരെ സംഭാവനകൾ അതിലുണ്ട്. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? സംശയിക്കേണ്ട, ഇംഗ്ലീഷ് തന്നെയാണ്. അതുകൊണ്ടാണ് ലോകഭാഷ എന്ന വിശേഷണം ഇംഗ്ലീഷിന് ലഭിച്ചത്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് 150 കോടിയോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും വരവോടെ സാങ്കേതിക ഭാഷ എന്ന നിലയിലും ഇംഗ്ലീഷിന് പ്രസക്തിയേറി. ഇതാണ് യഥാർത്ഥ ഇംഗ്ലീഷ് എന്ന് ചൂണ്ടിക്കാണിക്കാനാവാത്ത വിധം പല നാട്ടിലും പല രൂപവും ഭാവവുമാണ് ഇന്ന് ഇംഗ്ലീഷിനുള്ളത്. ഇംഗ്ലീഷ് എങ്ങനെ ഇത്രയധികം നാടുകളിലെ സംസാര ഭാഷയായി? ഉത്തരം ലളിതമാണ്. ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളെ കോളനികളാക്കിയ രാജ്യം ബ്രിട്ടനാണല്ലോ. ബ്രിട്ടൻ്റെ കോളനികളിലൂടെയാണ് അവരുടെ ഭാഷ ലോകം മുഴുവൻ എത്തിയത്. ഓരോ നാട്ടിലും ഓരോ രീതിയിൽ അതങ്ങ് വളർന്നു. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകളുടെയും ഒട്ടേറെ രാജ്യങ്ങളുടെയും ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞു. അനുദിനം മാറുന്ന ഭാഷ കൂടിയാണ് ഇംഗ്ലീഷ്. മലയാളത്തിൽ നിന്ന് പോലും ചില വാക്കുകൾ അത് കടമെടുത്തിട്ടുണ്ട്. കൂടാതെ സാങ്കേതിക വിദ്യയിലും ജീവിത രീതിയിലും വന്ന മാറ്റങ്ങളും അതിനെ സ്വാധീനിച്ചു. വ്യാകരണത്തേക്കാൾ വേഗത്തിൽ വാക്കുകളിലാണ് മാറ്റമുണ്ടാകുന്നത്. പതുക്കെയാണെങ്കിലും ഇംഗ്ലീഷ് വ്യാകരണത്തിലും മാറ്റമുണ്ടാകുന്നുണ്ട്. പണ്ടത്തെ പല തെറ്റുകളും കാലാന്തരത്തിൽ ശരിയായി മാറി. ലോകത്ത് 150 കോടിയോളം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരിൽ ഭൂരിപക്ഷത്തിൻ്റെയും രണ്ടാം ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ അവരുടെ മാതൃഭാഷയിൽ നിന്ന് പലതും ഉൾക്കൊണ്ട് ഇംഗ്ലീഷ് ഇനിയും ഒരുപാട് മാറുകയും വളരുകയും ചെയ്യുമെന്ന് തീർച്ച. ബ്രിട്ടനിലെ ലോകപ്രശസ്ത സർവകലാശാലയായിരുന്ന ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും തുടക്കത്തിൽ ഇംഗ്ലീഷിന് എതിരായിരുന്നു എന്നൊരു കൗതുകം കൂടിയുണ്ട്. ഇംഗ്ലീഷിനേക്കാൾ കേമം ലാറ്റിനും ഗ്രീക്കും ആണെന്നായിരുന്നു അന്നത്തെ പ്രൊഫസർമാരുടെ വാദം. ഓക്സ്ഫോർഡിൽ 1894-ലും കേംബ്രിഡ്ജിൽ 1911-ലും ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിപ്പിച്ചു തുടങ്ങി. ഇംഗ്ലണ്ടിലെ ആദ്യകാല കുടിയേറ്റക്കാർ കെൽറ്റുകൾ എന്ന ഗോത്രവർഗക്കാരാണ്. പിക്റ്റുകൾ എന്നറിയപ്പെട്ട കെൽറ്റിക് ഗോത്രത്തിലെ ഒരു വിഭാഗം ബ്രിട്ടൻ്റെ വടക്കുഭാഗത്തുള്ള മലനിരകൾ കയ്യേറി. അതോടൊപ്പം സ്കോട്ടുകൾ എന്ന മറ്റൊരു വിഭാഗം ഇന്നത്തെ അയർലൻഡിലും ബ്രിട്ടൻ്റെ വടക്കുഭാഗത്ത് പിക്റ്റുകൾക്ക് സമീപവും കുടിയേറി. ഇവരിൽ ഏറ്റവും ശക്തരായ ബ്രിട്ടൻ എന്ന വിഭാഗമാണ് ദ്വീപിൻ്റെ ബഹുഭൂരിഭാഗവും കൈയടക്കി വെച്ചത്. പ്രാകൃത ഗോത്രവർഗക്കാരായ കെൽറ്റുകളുടെ ഭാഷ കോമൺ ബ്രിട്ടണി എന്ന പേരിൽ അറിയപ്പെട്ടു. AD 43-ൽ റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് ബ്രിട്ടൻ്റെ വലിയൊരു ഭാഗം കീഴ്പ്പെടുത്തി. റോമൻ ഭരണകാലത്ത് ബ്രിട്ടനിലെ ഭരണഭാഷ ലാറ്റിനായിരുന്നു. റോമക്കാരിലൂടെ പല ലാറ്റിൻ വാക്കുകളും കെൽറ്റിക് ഭാഷയ്ക്ക് ലഭിച്ചു. ഈ വാക്കുകളിൽ പലതും പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ചേക്കേറുകയും ചെയ്തു. ബ്രിട്ടനിലെ റോമൻ ഭരണം ഏകദേശം 4 നൂറ്റാണ്ടോളം നിലനിന്നു. AD 407-ൽ ഗോത്തിക് എന്ന ഗോത്രവർഗക്കാർ റോമിനെ ആക്രമിച്ചു. തുടർന്ന് ബ്രിട്ടനിലെ റോമ സൈന്യം മുഴുവൻ ഗോത്തിക്കുകളെ നേരിടാൻ റോമിലേക്ക് മടങ്ങി. അങ്ങനെ കുറച്ചു കാലത്തേക്ക് ബ്രിട്ടൻ റോമൻ ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായി. AD 5-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽ യൂറോപ്പിലെ ജർമാനിക് ഗോത്രത്തിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ബ്രിട്ടനെ ആക്രമിച്ചു. AD 450-ൽ ജർമാനിക് വംശജരായ ആംഗിൾ, സാക്സൺ, ജൂഡ് എന്നീ വിഭാഗങ്ങൾ ബ്രിട്ടനെ ആക്രമിക്കുകയുണ്ടായി.
കൊള്ളയടിക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ അവരുടെ ലക്ഷ്യമെങ്കിലും ബ്രിട്ടനിലെ മണ്ണിൻ്റെ ഫലപുഷ്ടി തിരിച്ചറിഞ്ഞ അവർ പിന്നീട് അവിടം സ്ഥിര താമസമാക്കി. അവിടുത്തെ താമസക്കാരായ കെൽറ്റുകളെ അവർ കൊന്നൊടുക്കുകയും ബ്രിട്ടൻ്റെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലേക്ക് തുരത്തുകയും ചെയ്തു. ആംഗ്ലോ സാക്സണികളുടെ വരവോടെ അവരുടെ ഭാഷയായ ഓൾഡ് ഇംഗ്ലീഷ് ബ്രിട്ടൻ്റെ ഔദ്യോഗിക ഭാഷയായി. അവർ ബ്രിട്ടനിൽ വന്ന AD 450 ഓൾഡ് ഇംഗ്ലീഷിൻ്റെ തുടക്കമായാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. AD 1500 ശേഷമുള്ള സമയമാണ് ആധുനിക ഇംഗ്ലീഷ് കാലഘട്ടം എന്ന് പറയാം. ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷയായി മാറുന്നത്. ഇതിന് കാരണം ബ്രിട്ടൻ്റെ ചരിത്രം തന്നെയാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 20-ാം നൂറ്റാണ്ട് വരെ നീണ്ട കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ കൈപ്പിടിയിലാക്കി. കോളനികളിൽ ഭരണം നടപ്പിലാക്കാനും തങ്ങൾക്ക് അനുകൂലമായ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുവാനും അവർ ഇംഗ്ലീഷ് ഭാഷാ പഠനം നിർബന്ധമാക്കി. ഓരോ കോളനി രാജ്യത്തെയും സംസാര ഭാഷയുടെ സ്വാധീനത്താൽ ക്രമേണ ബ്രിട്ടീഷുകാർ സംസാരിച്ചിരുന്ന ക്യൂൻസ് ഇംഗ്ലീഷ് അഥവാ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന് വിവിധ വകഭേദങ്ങളുണ്ടായി. ഇത്തരത്തിൽ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയുടെ പലതരം വകഭേദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇംഗ്ലീഷ് എന്നതിന് പകരം ഇംഗ്ലീഷുകാർ എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷേഴ്സ് എന്നും പറയാറുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ പരിചയപ്പെടുത്തിയത്. 1835 ലോർഡ് മെക്കാളയുടെ വിദ്യാഭ്യാസ നിയമത്തിലൂടെ ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം ഔദ്യോഗികമാക്കി. കോളനികളിലെ സംസ്കാരവും ഭാഷയും തരം താഴ്ന്നതാണെന്നും ഇംഗ്ലീഷ് ഇതിനൊക്കെ മുകളിലാണെന്നുമായിരുന്നു മെക്കാളയുടെ ധാരണ. കോളനിയിലെ എല്ലാവരെയും ഒറ്റയടിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ മെക്കാളെ ആദ്യം കുറച്ചുപേരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. പിന്നീട് അവരിലൂടെ ഭാഷ വ്യാപകമാക്കി. ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഒട്ടേറെ വാക്കുകൾ ഇംഗ്ലീഷിലെത്തിയിട്ടുണ്ട്. എടുത്തുമാറ്റാൻ പറ്റുന്ന കിടക്ക എന്ന അർത്ഥം വരുന്ന ഖട്ട് എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് കോട്ട് അതായത് കട്ടിൽ എന്ന വാക്കുണ്ടായത്. കൂട്ടുചേർന്ന് കൊള്ളയടിക്കുന്നവർ എന്നർത്ഥമുള്ള ഡാക്കെറ്റ് എന്ന ഹിന്ദി വാക്കിൽ നിന്ന് ഡാക്കോയ് അതായത് കൊള്ളക്കാരൻ രൂപം കൊണ്ടു. മോഷ്ടിക്കുക എന്നർത്ഥമുള്ള ലൂട്ട് എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് അതേ അർത്ഥമുള്ള ലൂട്ട് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉത്ഭവം. ഒരു ഭാഷ പല ശൈലി. ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകതയാണിത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഉച്ചാരണത്തിൽ ഒരു പൊതു സ്വഭാവം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ മാതൃഭാഷ വ്യത്യസ്തമായിരിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. മലയാളികളായ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെയല്ല തമിഴ്നാട്ടുകാരനോ ആന്ധ്രക്കാരനോ സംസാരിക്കുക. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇംഗ്ലീഷ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും. ഷീസ് മൈ കസിൻ എന്നോ ഷീസ് മൈ സിസ്റ്റർ എന്നോ ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ളവർ സംസാരിക്കുമ്പോൾ ഷീസ് മൈ കസിൻ സിസ്റ്റർ എന്ന് ഇന്ത്യക്കാർ പലപ്പോഴും പറയാറുണ്ട്. കസിൻ സിസ്റ്റർ എന്ന പ്രയോഗം ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ മാത്രം പ്രത്യേകതയാണ്. തേപ്പ് പെട്ടി എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷുകാർ അയൺ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്കാർ അയൺ ബോക്സ് എന്ന് പറയുന്നു. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഇംഗ്ലീഷുകാരൻ ചോദിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ചിലപ്പോഴെങ്കിലും വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിക്കാൻ തോന്നാറുണ്ട്. ആപ്കാ ശുഭ് നാം ക്യാ ഹേ താങ്കളുടെ നല്ല പേരെന്താണ് എന്ന ഹിന്ദി പ്രയോഗത്തിൻ്റെ സ്വാധീനം മൂലമാണിത്. ഇൻ 1996 ഐ പാസ്ഡ് ഔട്ട് ഫ്രം കോളേജ് 1990 ഞാൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി എന്ന വാചകത്തിലെ പാസ് ഔട്ട് മറ്റൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രയോഗമാണ്. പഠനം പൂർത്തിയാക്കി ഇറങ്ങുക എന്നതിന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രാജുവേറ്റ് ആണ്. ഇൻ 1996 ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് എന്നേ അവർ പറയൂ. ഏതെങ്കിലും കാര്യം തീരുമാനിച്ച സമയത്തിൽ നിന്നും കുറച്ച് സമയം കൂടി മുൻപോട്ട് മാറ്റിവെക്കുന്നതിന് പോസ്റ്റ്പോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഈ വാക്കിൻ്റെ ചൂട് പിടിച്ച് പറഞ്ഞ സമയത്തിന് മുൻപേ എന്തെങ്കിലും നടത്തുക എന്ന അർത്ഥത്തിൽ ഇന്ത്യക്കാർ പ്രീപോൺ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആദ്യകാലത്ത് ഇത്തരം പ്രയോഗങ്ങളെല്ലാം തെറ്റാണെന്നായിരുന്നു ഭാഷാ പണ്ഡിതരുടെ വിലയിരുത്തൽ. എന്നാൽ ഇന്നിത് ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകതകളായിട്ടാണ് കരുതുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷ എന്നത് ഒരു തരം മാത്രമല്ല ഉള്ളത്. ഒരു രാജ്യത്ത് തന്നെ പലതരം ഇംഗ്ലീഷുകൾ നമുക്ക് കേൾക്കാം. ബ്രിട്ടനിൽ പ്രചാരത്തിലുള്ള ഇംഗ്ലീഷാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ക്യൂൻസ് ഇംഗ്ലീഷ്, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ്, BBC ഇംഗ്ലീഷ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഔദ്യോഗിക ഇംഗ്ലീഷ് എന്ന് ഒരിക്കൽ കരുതിയിരുന്നു. എന്നാൽ കോളനികൾ സ്വതന്ത്രമായതോടെ പലതരത്തിലുള്ള ഇംഗ്ലീഷുകൾ
വളരുകയും ബ്രിട്ടീഷ് ഇംഗ്ലീഷിന് മുൻപുണ്ടായിരുന്ന മേൽക്കോയ്മ നഷ്ടമാവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇംഗ്ലീഷുമായി പലപ്പോഴും താരതമ്യം ചെയ്യുന്ന ഒന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷ്. മതപരമായ കാരണങ്ങളാൽ ഇംഗ്ലണ്ടിൽ നിന്ന് വിട്ടുപോയ ഒരു വിഭാഗം ആളുകളാണ് അമേരിക്കയിൽ ഇംഗ്ലീഷ് ഭാഷയെ നട്ടുവളർത്തിയത്. അമേരിക്കയിൽ അവർ ആദ്യം രൂപീകരിച്ച കോളനി ന്യൂ ഇംഗ്ലണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ശൈലിയിലുമൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. അമേരിക്കയ്ക്ക് സ്വന്തമായി ഒരു ഇംഗ്ലീഷ് വേണം എന്ന ചിന്തയിൽ നോഹ വെബ്സ്റ്റർ എന്ന ഭാഷാ വിദഗ്ധനാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതായി ചരിത്രം പറയുന്നു. അവധി ദിവസം എന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഹോളിഡേ എന്ന് ഉപയോഗിക്കുമ്പോൾ അമേരിക്കക്കാർ വെക്കേഷൻ എന്നാണ് പറയുക. ഇടവേള എന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇൻ്റർവെൽ എന്ന് പ്രയോഗിക്കുമ്പോൾ അമേരിക്കക്കാർക്കത് ഇൻ്റർമിഷനാണ്. ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിൽ വാക്കുകളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. 2 ഔദ്യോഗിക ഭാഷകൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് കാനഡ. ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ. എങ്കിലും ഭൂരിഭാഗം ആളുകളുടെയും സംസാര ഭാഷ ഇംഗ്ലീഷാണ്. ഏകദേശം 53% വരും ഇത്. അമേരിക്കൻ ഉച്ചാരണത്തിൻ്റെയും ബ്രിട്ടീഷ് സ്പെല്ലിങ്ങിൻ്റെയും ഒരു മിക്സ് ആണ് കനേഡിയൻ ഇംഗ്ലീഷ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കനേഡിയൻ സ്റ്റൈൽ എന്ന് ഔദ്യോഗിക ശൈലീ പുസ്തകം തന്നെ കനേഡിയൻ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കൻ സംസ്കാരത്തോട് കൂടുതൽ അടുത്ത് കിടക്കുന്നതിൻ്റെ സ്വാധീനം കനേഡിയൻ ഇംഗ്ലീഷിലെ വാക്കുകളിലും പ്രയോഗങ്ങളിലും ധാരാളമുണ്ട്. എന്നാൽ കനേഡിയൻ ഇംഗ്ലീഷിന് അതിൻ്റേത് മാത്രമായ പല പ്രത്യേകതകളും ഉണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിൽ സംസാരിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വകഭേദമാണ് ബട്ട്ലർ ഇംഗ്ലീഷ്. കിച്ചൺ ഇംഗ്ലീഷ് എന്നും ബെയറർ ഇംഗ്ലീഷ് എന്നും ഇത് അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ വീട്ടിലെ സേവകരുടെ തലവൻ, അതായത് ബട്ട്ലർ, ബ്രിട്ടീഷുകാരോട് സംസാരിച്ചിരുന്ന ഇംഗ്ലീഷായിരുന്നു ബട്ട്ലർ ഇംഗ്ലീഷ് എന്നറിയപ്പെട്ടത്. ഉച്ചാരണത്തിലും പ്രയോഗത്തിലുമുള്ള ദ്രാവിഡ ഭാഷകളുടെ സ്വാധീനമായിരുന്നു ബട്ട്ലർ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബട്ട്ലർ ഇംഗ്ലീഷിനെ ഒരു പിജിയൻ ആയി കണക്കാക്കാം. ഉദാഹരണത്തിന് ഐ വിൽ ടെൽ യു എന്ന് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബട്ട്ലർ ഇംഗ്ലീഷിൽ ഐ ടെല്ലിംഗ് എന്നാണ് പറയുന്നത്. ഹാവ് എന്ന വാക്കിന് പകരം ഡൺ പ്രയോഗിക്കുന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. ഉദാഹരണത്തിന് ഐ ഹാവ് കം എന്ന് പറയുന്നതിന് പകരം ഐ ഡൺ കം എന്നാണ് ബട്ട്ലർ ഇംഗ്ലീഷിൽ പറയുക. വൈഫ് എന്നതിന് പകരം പലപ്പോഴും ഫാമിലി എന്നും പറയും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ജോലി തേടി പോകാൻ ഇംഗ്ലീഷ് ഭാഷയിലെ മിടുക്ക് അളക്കുന്ന ചില പരീക്ഷകളിൽ നല്ല സ്കോർ നേടണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെറ്റ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്ന പരീക്ഷ. ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്തവരുടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിലെ മികവ് അളക്കുന്നതിനുള്ള പരീക്ഷയാണിത്. ബ്രിട്ടീഷ് കൗൺസിൽ, IDP, ലെറ്റ്സ്, ഓസ്ട്രേലിയ, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻറ്റ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഈ പരീക്ഷ നടത്തുന്നത്. ബ്രിട്ടൻ അടക്കം 150ഓളം രാജ്യങ്ങളിൽ ഈ പരീക്ഷയിലെ സ്കോർ പരിഗണിക്കും. ലെറ്റ്സ് പരീക്ഷ വിജയിക്കാൻ ഒരു പ്രത്യേക മാർക്ക് വേണ്ട. എന്താവശ്യത്തിനായാണോ നമ്മൾ കുടിയേറ്റം നടത്തുന്നത് അതിനനുസരിച്ച് ലെറ്റ്സ് നമ്മൾ കരസ്ഥമാക്കേണ്ട സ്കോറും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ പഠന ആവശ്യത്തിന് കുടിയേറ്റം നടത്തുമ്പോൾ നേടേണ്ട ലെറ്റ്സ് സ്കോറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ജോലി ആവശ്യത്തിന് കുടിയേറ്റം നടത്തുമ്പോൾ നേടേണ്ട സ്കോർ. ഒരിക്കൽ ലെറ്റ്സ് പരീക്ഷ എഴുതിയാൽ അതിൻ്റെ കാലാവധി 2 വർഷമാണ്. ഈ പരീക്ഷയിൽ പ്രധാനമായും പരീക്ഷാർത്ഥിയുടെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനുള്ള കഴിവ്, വായിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ്, കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് എന്നിവയാണ് പരിശോധിക്കുന്നത്. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം പോണി ജെ ബേസ്.